ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ലൈൽ ആയത് നമ്പർ 19, 20, 21. വിവരണം. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സാ. പ്രത്യുപകാരം നൽകപ്പെടേണ്ട യാതൊരു ഔദാര്യവും അദ്ദേഹത്തിന്റെ വശം ആർക്കുമില്ല. ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അത്യുന്നതനായ തന്റെ നാഥന്റെ പ്രീതി ആഗ്രഹിക്കലല്ലാതെ. വലസൗഫ യർളാ. തീർച്ചയായും പിന്നീട് അദ്ദേഹം സംതൃപ്തനാകും. ഈ 3 ആയത്തുകളുടെ അർത്ഥമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കാൻ ശ്രമിച്ചത്. ഈ 3 ആയത്തുകളുടെയും വിശദീകരണം ഈ ആയത്തുകൾക്ക് മുമ്പ് നാം പറഞ്ഞ അൽ അത്ഖ വസയുജന്നബുഹൽ അത്ഖ, നരകത്തിൽ നിന്ന് നരകത്തെ തൊട്ട് അകറ്റപ്പെടുന്ന ആ പരമഭക്തൻ, മുത്തഖിയായ ആ മനുഷ്യന്റെ നിഷ്കളങ്കതയെ, ഇഖ്ലാസിനെ കൂടുതൽ സ്പഷ്ടമാക്കുകയാണ് ഈ ആയത്തുകളിലൂടെ. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സാ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അതായത് ഈ അൽ അത്ഖ, അയാള് ആർക്ക് വേണ്ടി വല്ലതും ചെലവഴിക്കുകയാണെങ്കിൽ, ആരോടെങ്കിലും ഉദാരമായ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ അയാൾക്ക് നേരത്തെ വല്ല കടപ്പാടുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുകയില്ല എന്നർത്ഥം. മുമ്പ് തന്നോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഔദാര്യത്തിന് പകരം വീട്ടുക, അല്ലെങ്കിൽ ഭാവിയിൽ അവരിൽ നിന്ന് എനിക്ക് കൂടുതൽ നേട്ടമുണ്ടാവുക, ഇതല്ല അത്ഖയുടെ, ഖുർആൻ അവതരിപ്പിക്കുന്ന പരമഭക്തന്റെ സവിശേഷത, പ്രത്യേകത എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. നിസ്വാർത്ഥമായ സേവനം, നിഷ്കളങ്കമായ സമീപനം. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിങ്ങളെ ഞങ്ങൾ ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ പ്രത്യുപകാരമോ നന്ദിയോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അപ്പൊ വിശ്വാസിയുടെ മനസ്സാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ, തന്റെ നാഥന്റെ അമൂല്യമായ വജ്ഹ്, ആ തൃപ്തി, ആ പ്രീതി, അതാണ് എന്റെ പരമമായ ലക്ഷ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നാം കാണുന്നത് എന്തെങ്കിലും ആർക്കെങ്കിലും സാമ്പത്തികമായ സഹായം നൽകലാകട്ടെ, വല്ല ശാരീരികമായ സഹായങ്ങൾ നൽകലാകട്ടെ, എന്താകട്ടെ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ തന്നെ ഭൗതികമായ കാര്യലാഭങ്ങൾ, അല്ലെങ്കിൽ നാം കൊടുക്കുമ്പോൾ നേരത്തെ അദ്ദേഹം എന്നോട് ചെയ്തിട്ടുള്ളതിന് പകരം എന്ന നിലക്ക്, പ്രത്യുപകാരം, അല്ലെങ്കിൽ അയാളിൽ നിന്ന് വല്ലതും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒക്കെയാണ് നാട്ടു നടപ്പ് എന്ന നിലക്ക് നമുക്ക് നമ്മുടെ ചുറ്റും കാണാനും അനുഭവിക്കാനും കേൾക്കാനും കഴിയുന്നത്. ഇവിടെയാണ് തനിക്ക് നേരത്തെ കടപ്പാടില്ലാത്ത, ഭാവിയിൽ വല്ല പ്രയോജനവും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം വിശദീകരണങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് അടിമ സ്ത്രീകളെ മോചിപ്പിച്ച ആളാണ്, സ്വതന്ത്രരാക്കിയ ആളാണ്. പരിശുദ്ധ മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന അടിമകൾ, ബിലാൽ ഇബ്നു റബാഹ് ആ കൂട്ടത്തിൽപ്പെട്ട
ആളാണ്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കൊടിയ പീഡനങ്ങൾക്ക് വിധേയനായ ബിലാൽ ഇബ്നു റബാഹ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ബിലാലിനെ പോലെ വേറെയും ആളുകൾ, അങ്ങനെ നിസ്സഹായരായ ദുർബലരായ അടിമകളെയും അടിമ സ്ത്രീകളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങുകയും അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, പൊന്നാര മകനെ, എന്റെ മകനെ, നീ ദുർബലരായ ആളുകളെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കുന്നതായി ഞാൻ കാണുന്നു. നീ ഈ പണം ചെലവഴിക്കുന്നത് ബലിഷ്ഠരായ യുവാക്കളെ മോചിപ്പിക്കാനാണെങ്കിൽ അത് നിനക്ക് കൈക്കരുത്താക്കുമായി തരുമായിരുന്നു. അപ്പൊ എനിക്കെന്ത് കിട്ടും, ഇങ്ങോട്ടെന്ത് ലഭിക്കും? അതായത് ഇങ്ങോട്ടെന്ത് ലഭിക്കും എന്ന് പറഞ്ഞാൽ ഭൗതികമായി എനിക്കെന്ത് നേട്ടം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഉത്തമ ഭക്തൻ, പരമഭക്തൻ, ഈ തഖ്വയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിയിരിക്കുന്ന ഇയാൾ അത്യുന്നതനായ തന്റെ നാഥന്റെ പ്രീതി ആഗ്രഹിക്കലല്ലാതെ മറ്റൊന്നും തന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ലക്ഷ്യമാക്കി വെച്ചിട്ടില്ല. റബ്ബിന്റെ തൃപ്തി, അതൊന്നു മാത്രം. പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മറുപടി ഇതായിരുന്നു, അബേ ഇന്നമാ ഉരീദു മാ ഇൻദല്ലാഹ്, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിങ്കലുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിതാവിന് മറുപടി കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സ് അതിനുവേണ്ടി നാം പാകപ്പെടുത്തിയെടുക്കണം. അള്ളാഹുവിന്റെ വജഹിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അൽ അത്തഖയുടെ വിധാനത്തിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എങ്കിൽ നമുക്ക് സംതൃപ്തിയുള്ള ഒരു ജീവിതം നാളെ പരലോകത്ത് സാധ്യമാകും. വലസൗഫയർല, തീർച്ചയായും പിന്നീട് അദ്ദേഹം സംതൃപ്തനാകും എന്ന് പറഞ്ഞാൽ ഈ അൽ അത്തഖ, ഈ പരമഭക്തൻ, ബിമാ യുഅതീഹില്ല, അതാണ് യർലാ ബിമാ യുഅതീഹില്ലാഹു മിൻ അൻവാഇൽ കറാമാതി വൽ മസൂബാത്ത്, അല്ലാഹു അദ്ദേഹത്തിന് നൽകി ആദരിക്കാൻ വേണ്ടി പോകുന്ന, അദ്ദേഹത്തിന് നൽകുന്ന ആദരവുകൾ, പ്രതിഫലങ്ങൾ, അത് കണ്ടതിൽ സംതൃപ്തനാകുന്ന ഒരവസ്ഥ. ഈശത്തൻ റാളിയ, സംതൃപ്തമായ ഒരു ജീവിതം, അതാണല്ലോ നമുക്ക് വേണ്ടത്. അത് നമുക്ക് വേണമെങ്കിൽ നാം ഒരുങ്ങണം. നമ്മുടെ പ്രവർത്തനത്തിന്റെ പിന്നിൽ വജ്ഹുല്ലക്ക് നാം മുഖ്യമായ പ്രാധാന്യം നൽകണം. അവസാനപ്പെടുത്തിച്ചുകൊണ്ട് പറയട്ടെ, ചില തഫ്സീറുകളിലൊക്കെ തന്നെ ഈ സൂറയിലെ അൽ അഷ്ഖ, അതുപോലെ ഈ സൂറയിലെ അൽ അത്ഖ, ഇതിലെ ഈ പറഞ്ഞ അവസാന ആയത്തുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുമായി ബന്ധപ്പെടുത്തി അടിമകളെ മോചിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിരാലംബരായ നിസ്സഹായരായ അവരെ മോചിപ്പിക്കുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രത്യുപകാരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയോ പ്രത്യാശയോടുകൂടിയോ ആഗ്രഹത്തോടുകൂടിയോ അല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അൽ അത്തഖ എന്നതുകൊണ്ട് ഈ ആയത്ത് ഉദ്ദേശിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ് എന്നൊരു വിശദീകരണം നമുക്ക് കാണാൻ കഴിയുന്നത്. അൽ അഷ്ഖ, ഏറ്റവും ദൗർഭാഗ്യവാൻ,
ബിലാൽ ബിൻ റബാഹിനെ പീഡിപ്പിച്ച ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലെയുള്ള ആളുകളെയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ചില തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വിശദീകരണം പറയാം. ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലകൊണ്ട നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറുള്ള എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സ്ഥാനത്തെത്താൻ കഴിയും. അങ്ങനെ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംതൃപ്തമായ ഒരു ജീവിതം നാളെ പരലോകത്ത് ലഭിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഈ അവസാനം ഈ അത്തഖയും അഷ്ഖയും കൊണ്ടുള്ള ഉദ്ദേശം ചില തഫ്സീറുകളിൽ അൽ അത്ഖ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നും അൽ അഷ്ഖ ഉമയ്യത്ത് ബിൻ ഖലഫ് ആണ് എന്നും ആ പറഞ്ഞ ഭാഗം ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഖുർആനിൽ അങ്ങനെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും വിശദീകരണത്തിൽ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ പെടുത്തി എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള വഴി സുഗമമാക്കുന്ന, അല്ലാഹു സുഗമമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ സഹായകമായ നിലപാട് എന്താണെന്ന് നമുക്ക് വിശദീകരിക്കുന്ന ആ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തി. അങ്ങനെ അൽ അത്ഖ എന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.